അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദഖുലുൽ ജന്നത അൻതും വ അസ്വാജുകും തുഹ്ബറൂൻ. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, ഈ സ്ഥാപനത്തിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമനുസരിച്ച് ഈ ലോക ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു പകരക്കാരൻ്റെ റോളിലാണ് വളരെ ഗൗരവമേറിയ ഒരു വിഷയം സംസാരിക്കാൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. കാവലാകുന്ന കുടുംബം എന്ന അതീവ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എൻ്റെ മുമ്പിലുള്ളത്. ഇവിടെ നേരത്തെ ബഹുമാന്യ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ കഴുത്തറുക്കുന്ന ഭാര്യമാരും ഇരുട്ടിൻ്റെ മറവിൽ ഭാര്യയെയും മക്കളെയും മയക്കി കിണറ്റിലേക്ക് തള്ളിയിടുന്ന ഭർത്താക്കന്മാരും സുജൂദിൽ കടന്ന് പ്രാർത്ഥിക്കുന്ന ഉമ്മക്ക് പ്രഷറിൻ്റെ ഗുളികയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഉറക്ക ഗുളിക നൽകി ഉമ്മയെ മയക്കി കിടത്തി ചെരവ കൊണ്ടടിച്ച് കൊലപ്പെടുത്തുന്ന എംടെക്കുകാരനുമൊക്കെ കേരളീയ സാഹചര്യത്തിൽ ഒരു വലിയ പുതുമയുള്ള കാര്യമല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് സമകാല വാർത്തകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും ഈ 2025 45 ദിവസങ്ങൾ നമ്മളോട് വിട പറയുമ്പോഴേക്ക് സമാനമായ ഒട്ടനവധി വാർത്തകൾ നമ്മൾ കേൾക്കുകയും നമ്മൾ അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് കുടുംബത്തിൻ്റെ ഗൗരവവും കുടുംബജീവിതത്തിൻ്റെ മഹത്വവും നമ്മൾ തിരിച്ചറിയേണ്ടത്. പലപ്പോഴും നമ്മൾ ജീവിതത്തെക്കുറിച്ച് അറിയുന്നതും മനസ്സിലാക്കുന്നതുമൊക്കെ ചാനലുകളിലൂടെയും പരസ്യങ്ങളിലൂടെയും വീഡിയോകളിലൂടെയുമായി മാറി എന്ന ഒരു അപകടകരമായ സാഹചര്യം നമ്മുടെ മുന്നിൽ നിലവിലുമുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രസിദ്ധമായ ഒരു കടയുടെ പരസ്യം 5 പദങ്ങളായിരുന്നു. ആദ്യത്തെ 4 പദങ്ങൾ മലബാറുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മാറ്റി നിർത്താൻ കഴിയാത്തതാണ്. അതുപോലെ 5ാമത്തെ ആ കടയുടെ പേരും അങ്ങനെയാവണമെന്ന് അവരാഗ്രഹിക്കുന്നു. എന്തൊക്കെയായിരുന്നു ആ പദങ്ങൾ? 1 ബിരിയാണി, 2 പന്ത് കളി, 3 മാപ്പിളപ്പാട്ട്, 4 ആയുർവേദം. 5ാമത്തത് ആ കടയുടെ പേരാ. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ബിരിയാണിയിൽ കുറഞ്ഞൊരു പരിപാടി നമ്മുടെ നാട്ടിലില്ല. ഏത് നാട്ടിലെ ഏത് രണ്ട് ടീമുകൾ തമ്മിൽ കളിച്ചാലും
അതിനുവേണ്ടി വാതുവെപ്പിലേർപ്പെടാനും തമ്മു തല്ലാനും വേണമെങ്കിൽ ഉറക്കം ഒഴിവാക്കി അതിൻ്റെ പിന്നാലെ പോകാനും നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട്. അന്യ പെണ്ണും അന്യ പുരുഷനും കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണെങ്കിലും ശരി, അതിൻ്റെ മുമ്പിൽ മാപ്പിള എന്ന് ചേർത്ത് കഴിഞ്ഞാൽ മാപ്പിളപ്പാട്ട് എന്ന് ചിന്തിച്ച് അതിൻ്റെ പിന്നാലെ പോകാൻ നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട്. എല്ലാം കഴിഞ്ഞ് പിന്നെ കാലിനും കയ്യിനൊക്കെ വേദന വരുമ്പോൾ പിന്നെന്താ, ആയുർവേദം തന്നെയാണ് ശരണം. ഇതൊരു നാടിൻ്റെ ചിത്രമായി ഒരു പരസ്യം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മളറിയാതെ നമ്മളിലൂടെ മാറ്റം വന്നിരിക്കുന്നു. ഇപ്പം ഇന്ന് നിങ്ങൾ വീട്ടിലെത്തുന്ന സമയത്ത് നിങ്ങളുടെ മകൻ നിങ്ങളോട് പറയുന്നു, വാപ്പ എനിക്കൊരു മൊബൈൽ ഫോൺ വേണം. ഏതു വെള്ളത്തിൽ വീണാലും റേഞ്ച് വലിക്കുന്ന ആ പഴയ നോക്കിയൻ്റെ വലിയ സെറ്റ് ഉണ്ടല്ലോ, അത് വാങ്ങിക്കൊടുത്താൽ ഉപയോഗിക്കാൻ എത്ര മക്കൾ തയ്യാറാവും? വാപ്പ എനിക്കൊരു ബൈക്ക് വേണമെന്ന് പറയുമ്പോൾ ഏത് കയറ്റും കയറുന്ന നല്ല പുള്ളിങ്ങും മൈലേജൊക്കെ ഉള്ള മീൻകാരോടിക്കണ M8 ഉണ്ടല്ലോ, അത് വാങ്ങിക്കൊടുത്താൽ ഉപയോഗിക്കാൻ എത്ര മക്കൾ തയ്യാറാവും? ഇവിടെ ബൈക്ക് യാത്ര ചെയ്യാനും വ്യത്യസ്തടങ്ങളിലേക്ക് എത്തിച്ചേരാനുമല്ല, അഭ്യാസ പ്രകടനങ്ങൾ നടത്താനാണ്. മൊബൈൽ ഫോൺ ബന്ധം പുതുക്കാനും ഫോൺ വിളിക്കാനുമല്ല, ആളെ കാണിക്കാനാണ്. അതുകൊണ്ട് 2025 മുദ്രണം ചെയ്ത ടീഷർട്ട് ധരിക്കണം എന്ന് നമ്മുടെ ചെറുപ്പക്കാർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ലക്ഷ്യം മാറിപ്പോകുന്നു. അവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ കുടുംബ ജീവിതങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം ദാമ്പത്യ ബന്ധമാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനിൻ്റെ പൂർത്തീകരണമാണ് നിക്കാഹ് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്ന വേദികളിൽ വെടിമരുന്ന് പ്രയോഗങ്ങളും, ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്ന വേദികളിൽ പടക്കം പൊട്ടിക്കലുകളും, JCBയുടെ കൈകളിൽ വരനും വധുവും ഇരിക്കുന്ന ഫോട്ടോകളുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വീടിൻ്റെ മുറ്റം മാത്രമല്ല, നാഷണൽ ഹൈവേകൾ വരെ കാർപ്പറ്റ് വിരിച്ച് കടന്നു വരുന്ന പെൺകുട്ടിയുടെ കൈകളിലേക്ക് കുടിക്കാൻ കൊടുത്ത വെൽക്കം ഡ്രിങ്ക്സിനകത്ത് സ്വർണ്ണ നാണയം ഒളിപ്പിച്ചു വെച്ച് ആദിരാത്രിയിൽ റൂമിലേക്ക് വന്ന പ്രിയപ്പെട്ടവരുടെ വായിലേക്ക് ആദ്യമായി മദ്യം ഒഴിച്ചു കൊടുത്ത് പിറ്റേ ദിവസം അവരൊരുമിച്ചുള്ള ഫോട്ടോ ഫേസ്ബുക്കിലിട്ടപ്പോൾ ഏതോ ഒരുത്തൻ്റെ കമൻറ്റ് പെണ്ണിനൊരൽപ്പം ഹൈറ്റ് കൂടുതലാണ്. 4ാമത്തെ ദിവസം തൊലാക്ക് ചെയ്യപ്പെട്ടത് മലപ്പുറത്തെ വാർത്തയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, നിക്കാഹ് ഒരു കുട്ടിക്കളിയായി മാറുന്നു നമ്മുടെ നാടുകളിൽ എന്നുള്ളതാണ്. അവിടെ മുതൽ തിരുത്താൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിക്കാഹിനെ പരിഗണിക്കാവുന്ന ഘടകങ്ങളെ കുറിച്ച് പറയുമ്പോൾ സൗന്ദര്യത്തെക്കുറിച്ചും തറവാടിനെ കുറിച്ചും സമ്പത്തിനെ കുറിച്ചും മതബോധത്തെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. ആദ്യം പറഞ്ഞ സൗന്ദര്യമോ വിദ്യാഭ്യാസമോ തറവാടോ പരിഗണിക്കേണ്ടതില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ ഒന്നാമത്തെ പരിഗണന ഫളുഫറു ബിദാത്തിദ്ദീൻ. നമ്മൾ എന്താ ചെയ്യാം? ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാം അല്ലേ? ദീനി രംഗത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രഥമ പരിഗണന കൊടുക്കുന്നിടത്തേക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ മാറ്റിപ്പണിയാൻ സാധിക്കേണ്ടതുണ്ട്. എൻ്റെ ഒരു വിദ്യാർത്ഥിനിക്കിടെ നിക്കാഹ് ഖുതുബക്ക് അവരുടെ വാപ്പനെ വിളിച്ചു. അപ്പം ഞാൻ ആ വാപ്പയോടൊരു ഡിമാൻഡ് പറഞ്ഞു, ഞാൻ അവളുടെ നിക്കാഹ് ഖുതുബക്ക് വരാം, പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്, അവൾ ഇസ്ലാമിക വസ്ത്രം ധരിക്കും എന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. അപ്പോൾ വാപ്പനോട് ചോദിച്ചു, ഇസ്ലാമിക വസ്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞു, ഞാനായിട്ടൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, മുഖവും മുൻകൈയും ഒഴികെയുള്ള മുഴുവൻ ഭാഗങ്ങളും മറക്കണം. അപ്പോൾ വാപ്പനോട് തിരിച്ചു ചോദിച്ചു, അല്ല അത് ചെക്കൻ്റെ വീട്ടുകാർ കൊണ്ടുവരുന്ന ഡ്രസ്സല്ലേ, നമ്മൾ എന്താ ചെയ്യാം? ഞാൻ ചോദിച്ചു, ടീഷർട്ടും പാൻറ്റും കൊണ്ടുവന്ന് നിങ്ങൾ സമ്മതിക്കോ? അവസാനം വാപ്പനോട് പറഞ്ഞു, നിങ്ങൾ കല്യാണത്തിന് നേരത്തെ വരി, നിക്കാഹിന് ഞാൻ വേറൊരാളെ നോക്കാം. കാരണം വാപ്പാക്ക് ഉറപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിപ്പോയില്ലേ? അവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്, വിവാഹത്തിന്റെ കാണൽ മുതൽ
നമ്മൾ അനിസ്ലാമിക പ്രവണതകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിക്കാഹിന്റെ വേദികളിൽ നമ്മളൊക്കെ കോളേജുകളിൽ ജോലി ചെയ്യുന്ന സമയത്ത് പരിഗണിക്കപ്പെടുന്ന ഘടകങ്ങൾ എന്താ? MBBS കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയുടെ, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, വാപ്പ എന്നോട് കഴിഞ്ഞ വർഷം എന്നോട് പറഞ്ഞു, ഓക്കൊരു ഡോക്ടർ വേണം. 5-6 മാസം മുമ്പ് അദ്ദേഹം ഒരുപാട് അന്വേഷിച്ചു. വാപ്പനോട് പറഞ്ഞു, ഇനി മെഡിക്കൽ ഫീൽഡിൽ ആരെങ്കിലും ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ ഹുത്തുബ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ഒരാളെ കിട്ടിയാലും മദീന. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദീനല്ല അവിടെയൊക്കെ പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഒന്നാമത്തെ പരിഗണന ദീനായി മാറേണ്ടത്. അങ്ങനെ വിവാഹ ജീവിതം തുടങ്ങുന്ന സമയം മുതൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ വൈവാഹിക ജീവിതത്തിലും ദാമ്പത്യ ബന്ധങ്ങളിലുമൊക്കെ എന്നെക്കാൾ പരിചയമുള്ളവരാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ ഞാൻ സൂചിപ്പിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലൂടെ നമുക്ക് ഒരുപാട് തിരിച്ചറിയാൻ കഴിയും. ലോകത്തൊരു പെണ്ണാഗ്രഹിക്കുന്നത് പ്രൊട്ടക്ഷനാണ്. ലോകത്തൊരു പെണ്ണാഗ്രഹിക്കുന്നത് പ്രൊട്ടക്ഷനാണ്. ആ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഇന്ന് ഭർത്താക്കന്മാർക്ക് കഴിയാതെ പോകുന്നു. എന്താ പ്രൊട്ടക്ഷൻ? പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് അവളുടെ പ്രയാസങ്ങൾ കൂടെയുള്ളവനായി, അവളുടെ സന്തോഷങ്ങളിൽ ചേർന്ന് നിൽക്കുന്നവനായി അങ്ങനെ ഒരാളുണ്ടെന്ന തോന്നൽ ഒരു പെണ്ണിന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പത്നി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്, അഥവാ ആയിഷ ബീബിയുടെ വീട്ടിലേക്ക് വിരുന്നു പോയതാ. എന്തോ ഒരു സംസാരത്തിനിടയിൽ ആയിഷ ബീബി ഒരല്പം ശബ്ദമുയർത്തി സംസാരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് ശബ്ദമുയർത്തി സംസാരിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ചുമന്ന് ദേഷ്യത്തോടെ ഓടി വരിക. എന്ത്? ആയിഷ ബീവിക്ക് ശിക്ഷ കൊടുക്കാൻ, അടിക്കാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ മെല്ലെ തന്റെ പിറകിലേക്ക് അങ്ങ് മാറ്റി. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയുടെ മുന്നിൽ വെച്ച് തന്റെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ബാപ്പ, റസൂലുള്ള ഉള്ള കാലം നിങ്ങൾക്ക് എന്നെ തൊടാൻ കഴിയില്ല. റസൂലുള്ള ഉള്ള കാലം നിങ്ങൾക്ക് എന്നെ തൊടാൻ കഴിയില്ല. അതൊരു പെണ്ണാഗ്രഹിക്കുന്ന പ്രൊട്ടക്ഷനാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്താ പുരുഷന്മാരാഗ്രഹിക്കുന്നത്? സപ്പോർട്ടാണ്. എല്ലാ വിഷയങ്ങളിലും പിന്തുണ നൽകുന്ന ഒരു പെണ്ണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ നിന്ന് പനിച്ച് വരച്ച് നെറ്റിത്തടത്തിലൂടെ വിയർപ്പ് കണങ്ങൾ ചാലിട്ടൊഴുകി, അല്ലേ? സമ്മിലൂനി യാ ഖദീജ. ചരിത്രം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഓടിയത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കല്ല. റസൂലുള്ളാഹിക്ക് പനി വന്നപ്പോ റസൂലുള്ള പോയത് വൈദ്യരെ കാണാനല്ല. റസൂലുള്ള പോയത് തൻ്റെ പ്രിയപ്പെട്ട ഖദീജ ബീവിയുടെ അടുക്കലേക്ക്. ഖദീജ ബീവി ഡോക്ടർ അല്ലല്ലോ, ഖദീജ ബീവി വൈദ്യരല്ലല്ലോ. ആ ഖദീജ ബീവിയുടെ മുന്നിൽ ചെന്ന് സമ്മിലൂനി യാ ഖദീജ. എന്താ അങ്ങനെ പറഞ്ഞാൽ? പുതപ്പിച്ച് താ എന്നല്ല, നീ എനിക്ക് പുതപ്പായി മാറ് എന്നാണ്. ഖദീജ ബീബി റസൂലുള്ളാഹിയുടെ നെറ്റിത്തടത്തിലെ വിയർപ്പ് കണങ്ങൾ ഒപ്പിയെടുത്ത്, അള്ളാഹു താങ്കളെ കൊടുക്കൂല, അള്ളാഹു ഉണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോ റസൂലുള്ളാഹിന്റെ പനി മാറി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആദർശ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് പോയി വല്ല സംഘർഷങ്ങളോ മറ്റോ ഉണ്ടായി തിരിച്ചു വരുമ്പോ അപ്പോളെ ഞാൻ നിങ്ങളോട് പോകണ്ട എന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുന്ന ഭാര്യമാരല്ല, നമ്മുടെ കൂടെ നിൽക്കാൻ തയ്യാറാവുന്നവർ. ആ ഒരു തരത്തിലേക്ക് നമ്മുടെ ബന്ധങ്ങളെ മാറാൻ സാധിക്കേണ്ടതുണ്ട്. നിക്കാഹോടുകൂടി ഇവിടെയൊക്കെ അറബി കോളേജിൽ പഠിപ്പിക്കുന്ന ഇവിടുത്തെ ചൂടും ചൂരും അനുഭവിക്കുന്നവർ, ഞാനത് പറയേണ്ടതില്ല, അറബിയിൽ മുസാഹറ എന്നാണല്ലോ വിവാഹത്തിന് പറയുക, സിവാജ് എന്ന കല്യാണത്തിന് പറയല്ലോ. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? വ്യത്യസ്ത വർണ്ണത്തിലുള്ള ചൂയിങ്കം വായിലിട്ട് ചവച്ചരച്ച് ഒരല്പസമയം കഴിഞ്ഞ് പുറത്തെടുത്താൽ അതൊരൊറ്റ നിറമായി മാറും. അതിന് അറബിയിൽ ഈ പദപ്രയോഗം നടത്താറുണ്ട്. 2 വൃക്ഷങ്ങളുടെ കമ്പുകൾ ഒന്നിച്ചു ചേർന്ന്
ഏത് കമ്പ് ഏതിൻ്റെതാണ് എന്നറിയാത്ത വിധം ഒന്നായി മാറുന്ന അവസ്ഥക്ക് അറബിയിൽ പറയുന്നത് തനാക്കഹത്തുൽ അസ്ജാർ എന്ന ആ തനാക്കഹത്തുൽ അസ്ജാറിൽ നിന്നാണ് നിക്കാഹ് വരുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രമായ അബ്ദുൽ മജീദ് ഇരിക്കുന്ന ക്ലാസ്സിൽ അധ്യാപകൻ ചോദിക്കുന്നു, ഒന്നും കൂട്ടിച്ചേർത്താൽ എത്രയാ? ക്ലാസ് ഒന്നടങ്കം പറഞ്ഞു 2. അബ്ദുൽ മജീദ് മാത്രം പറഞ്ഞു 3 ഇവിടെ 2 പേർ ചേർന്ന് ഒന്നായി മാറണം. പിന്നീട് ഭാര്യയും ഭർത്താവുമില്ല, അവരൊന്നാണ്. ഞാനും നീയുമല്ല, നമ്മളാണ്. എൻ്റെ വാപ്പ നിന്റെ വാപ്പ അങ്ങനല്ല, നമ്മുടെ വാപ്പയാ. എൻ്റെ വീടും നിന്റെ വീടുമില്ല, നമ്മുടെ വീടാ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ ജീവിതത്തിൽ മരണം വരെ ഓളെ വീടാ, മരണം വരെ അവളെ വീടാ. ഇസ്ലാമിക ചരിത്രത്തിൽ അത് പിന്നെ നമ്മുടെ വീടായി മാറേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തിടത്തോളം കാലം പ്രിയപ്പെട്ടവരെ ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ കടന്നു വരും. ഞാൻ ഇനിയും ആ ഭാഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. മറ്റൊന്ന്, കുടുംബ ബന്ധങ്ങളിലെ ഛിദ്രതയുടെ വിഷയം. നമ്മളൊരു ഭാഗത്ത്, നമ്മുടെ മക്കൾ വേറെ ഭാഗത്താ, അല്ലേ? മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കേവലം പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ മാത്രമുള്ളവരായി രക്ഷിതാക്കൾ മാറിപ്പോയി എന്നുള്ളതാണ് ഇന്ന് അനുഭവിക്കുന്ന വലിയ പ്രശ്നം. അവിടെ പെട്ടെന്ന് പറഞ്ഞു പോകാം. 1, നമ്മൾ ആത്മാർത്ഥമായി മക്കളെ സ്നേഹിക്കണം. ഞാൻ ഇപ്പം അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല, ഇപ്പം എന്താ ഇപ്പം അങ്ങനെ, ഞങ്ങൾക്കൊന്നും മക്കളെ സ്നേഹമല്ലേ? സ്നേഹമുണ്ട്, മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മക്കളോട് സ്നേഹമുണ്ട്, പോരാ, പുറത്തേക്ക് വരണം. മനസ്സിൻ്റെ ഉള്ളിലെ സ്നേഹം പോരാ, പുറത്ത് നിങ്ങൾ ആ സ്നേഹം പ്രകടിപ്പിക്കണം. ഈ വേദിയിലിരിക്കുന്ന രക്ഷിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, 15 വയസ്സിന് മുകളിലുള്ള അല്ലെങ്കിൽ 17 വയസ്സിന് മുകളിൽ +2 പഠിക്കുന്ന കുട്ടികളെ ഉമ്മ വെച്ച് ചുംബിച്ച എത്ര രക്ഷിതാക്കൾ ഈ സദസ്സിലിരിക്കുന്നു? ഞാൻ എൻ്റെ ക്ലാസ്സിൽ പുതുതായി അഡ്മിഷൻ എടുത്ത എൻ്റെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളോട് ചോദിച്ചു, ഈ 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങളെ ചുംബിച്ച എത്ര രക്ഷിതാക്കൾ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ 69 പേരിൽ ഒരാളാ എഴുന്നേറ്റ് നിന്നത്, ഒരാള്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെറിയ മക്കളൊക്കെ ചുംബിക്കുക, അത് വലിയ കാര്യമൊന്നല്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കിട്ടിയപ്പോൾ ഫിറൗന് ഉമ്മ വെച്ചില്ലേ, അത് വലിയ കാര്യ. ചെറുപ്രായത്തിൽ ആരും ചെയ്യും. പക്ഷെ അവന് ബോധമുള്ള കാലം നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ, ഒരു കയ്യിൽ ഹസൻ, ഇടത്തെ കയ്യിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ഈ 2 കുട്ടികളെയും പിടിച്ച് റസൂലുള്ളാഹിയുടെ സദസ്സിലേക്ക് വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 2 കുട്ടികളെയും കയ്യിൽ ഏറ്റുവാങ്ങി ഒന്നാമത് ഫാത്തിമയുടെ നെറ്റിത്തടത്തിൽ ചുംബിച്ചു. എന്താ കാരണം? ഫാത്തിമ മോളാണ്. ഫാത്തിമയുടെ നെറ്റിത്തടത്തിൽ ചുംബിച്ചു. പ്രിയപ്പെട്ടവരെ, അത് മകൾക്ക് നൽകുന്ന ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇന്ന് ആ അറ്റാച്ച്മെന്റ് രക്ഷിതാക്കളും മക്കളും തമ്മിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്തിരുന്ന് പേരക്കുട്ടികൾ ആന കളിച്ച സംഭവമില്ലേ? റസൂലുള്ളാഹിയുടെ പുറത്ത് കയറി നിന്നിട്ട് സ്വഹാബത്ത് ചോദിച്ചില്ല, റസൂൽ എങ്ങളോ? റസൂലുള്ള എന്താ തിരിച്ചു ചോദിച്ചത്? നിങ്ങളുടെ മനസ്സിൽ റഹ്മത്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? നമ്മൾ വാപ്പാർക്ക് സമയമല്ലേ? നമുക്ക് വാപ്പമാർക്ക് സമയമില്ല. ഞാൻ ഖുത്ബ പറയുന്ന മഹലിൽ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 4-5 ആഴ്ചകൾ സൂചിപ്പിച്ചപ്പോൾ ഒരു വാപ്പനോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഭാര്യനെ ഏൽപ്പിച്ചതാ, വലിയ കാര്യങ്ങളെ ഞാൻ നോക്കാറുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? മക്കളെ പഠനം, മക്കളെ സ്കൂളിൽ പോക്ക്, അതേപോലെ തന്നെ വീട്ടിലെന്തെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ വീട്ടിൽ വിരുന്ന്, സൽക്കാരം, ഇതൊക്കെ ചെറുത്. മൂപ്പരെ വലിയ കാര്യമോ? അങ്ങാടിയിലെ കാര്യം, അമേരിക്കയിൽ എന്താ സംഭവിക്കുക, ഇതൊക്കെ വാപ്പാൻ്റെ കാര്യമാണ്. നിങ്ങൾ ഇങ്ങനൊരു കുടുംബം ഉണ്ടോ? അല്ലേ പ്രിയപ്പെട്ടവരെ? ഇവിടെയാണ് വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലാനും ആ മക്കളുടെ കൂടെ നിൽക്കാനും നമുക്ക് സാധിക്കണം എന്ന് പറയുന്നത്. 1. രണ്ടാമത്തത്, വീട് ഇസ്ലാമികമായിരിക്കണം. വീടിൻ്റെ അകത്തളങ്ങളിൽ ഇസ്ലാമിക സംസ്കാരങ്ങൾ ഉണ്ടായിരിക്കണം. കോഴിക്കോട് ടൗണിൽ ഫ്ലാറ്റിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു 10-60 ആളുകൾ ഒരുമിച്ചിരിക്കുന്ന ഒരു ഖുർആൻ ക്ലാസ്സിൽ, ഞാനൊരു ക്ലാസ്സിൻ്റെ ഇടയിൽ സുബിഹിക്ക് പള്ളിയിൽ പോകുന്ന ഭർത്താക്കന്മാർ ആരൊക്കെയാണ്, സ്ത്രീകളെ ക്ലാസ്സാ, ആരൊക്കെയാണ് സുബിഹിക്ക് പള്ളിയിൽ പോകാറുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഒരാളെ ഭർത്താവും സുബിഹിക്ക് പോണില്ല. അപ്പം എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ, ഫ്ലാറ്റിൽ ഞങ്ങൾ ഒറ്റക്കാക്കിയിട്ട് പോകാൻ മൂപ്പർക്ക് പേടിയാ.
എല്ലാവരും മറുപടി അതാ. സുബഹിക്ക് പള്ളിയിൽ പോകാതിരിക്കാനുള്ള കാരണം ഫ്ലാറ്റിൽ ഞാൻ ഒറ്റക്കാ, എന്നെ ഒറ്റക്കാക്കി പോകാൻ മൂപ്പർക്ക് പേടിയാ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, മരുഭൂമിയിൽ ആരാരുമില്ലാത്ത സമയത്ത് തന്റെ പ്രിയപ്പെട്ടവളെ ഒറ്റക്കാക്കി പോന്ന ഇബ്രാഹിം നബിയുടെ ചരിത്രം പിന്നെ നമ്മൾ പള്ളിയിൽ നിന്ന് പറയാം. എന്നിട്ട് നമുക്ക് ഫ്ലാറ്റിന്റെ ഉള്ളിൽ ഭാര്യ ഒറ്റക്കാക്കി പോകാൻ പേടി. ഞാൻ സൂചിപ്പിച്ചത്, ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് പോകാത്ത ഒരു വാപ്പയെ കണ്ട് വളരുന്ന മകൻ അവൻ എങ്ങനെ പള്ളിയുമായി ബന്ധപ്പെടുക? പ്രിയപ്പെട്ട സ്ത്രീകളെ, നിങ്ങൾ എപ്പോഴാ ളുഹുർ നമസ്കരിക്കാറുള്ളത്? 3:45 ളുഹുർ നമസ്കരിച്ച അതേ ഉളുകൊണ്ട് അസ്ർ നമസ്കരിക്കാം. ആ നമസ്കാരം തെറ്റാണെന്ന അഭിപ്രായം എനിക്കില്ല. ആ നമസ്കാരം സ്വീകരിക്കൂല എന്ന് ഞാനൊട്ട് പറയുന്നുമില്ല. പക്ഷേ അത് കണ്ട് വളരുന്ന മക്കൾക്ക് ളുഹുർ ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിൽ പോയി നമസ്കരിക്കണം എന്ന ബോധം എങ്ങനെ വരും? കാരണം നമ്മളെ കണ്ടല്ലേ അവർ വളരുന്നത്. അപ്പൊ നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ധീരുമായുള്ള താല്പര്യങ്ങൾ എല്ലാം മക്കൾ ഒപ്പിയെടുക്കും. ആലോചിക്കേണ്ട വിഷയമാണ്. മഗ്രിബ് ബാങ്ക് കൊടുത്താൽ ഖുർആൻ പാരായണം ചെയ്തിരുന്ന ഒരു കാലം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, അല്ല നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ പരിചയമില്ലേ പ്രിയപ്പെട്ടവരെ? അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്ലാമികമായ ഔന്നത്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ നിന്ന് നമ്മൾ അറിയാതെ ഈ ചാബല്യങ്ങൾ കടന്നു വരും എന്നുള്ളതാണ്. അതേ, നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് ഇസ്ലാമിക ചിന്തകൾ കടന്നു വന്നേ പറ്റൂ. നമ്മുടെ സംസാരങ്ങൾ അങ്ങനെയായിരിക്കണം, നമ്മുടെ ചർച്ചകൾ അങ്ങനെയായിരിക്കണം. ആ രൂപത്തിൽ വരുമ്പോൾ അത് കണ്ടു വളരുന്ന മക്കളിൽ ദീനെന്ന് പറയുന്നത് ഒരിമ്പമുള്ള ഒരവസ്ഥയായി മാറ്റപ്പെടും. ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയും മരുമകൻ അലി റളിയല്ലാഹു അൻഹുവും വിരുന്ന് വന്ന് എവിടേക്കാ വിരുന്ന് വരണത്? റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക്. ഇവർ കിടന്നുറങ്ങുന്ന വാതിലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുട്ടുന്നു. അലാ തുസല്ലി അലി, അലി നിസ്കരിച്ചോ, അലി നമസ്കരിച്ചോ. സുബഹിന്റെ മുമ്പ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ വല്ലാത്ത ഉറക്കം, അല്ല ഞങ്ങൾ ഉറക്കിയതല്ലേ. ഉടനെ തന്നെ റസൂലുള്ള കുതർക്കങ്ങൾ പറയാതെ എഴുന്നേറ്റ് നമസ്കരിക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചത് സുബ്ഹിയുടെ മുമ്പാ. നമ്മളെ മോളും മരുമകനും കിടന്ന് ഉറങ്ങുന്ന വാതിലിൽ സുബ്ഹിക്ക് നമ്മൾ മുട്ടുവോ? നിങ്ങളൊന്ന് പറ. സുബ്ഹിക്ക് നമ്മൾ മുട്ടൂല. അവിടെയാണ് തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി മുട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ആലോചിക്കണം നമ്മൾ. ഏറ്റവും നല്ല ഭാര്യ, ഏറ്റവും നല്ല ഭർത്താവ് ലക്ഷണങ്ങൾ പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മളൊക്കെ പറയാറുള്ളത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന എന്താ? വൈകുന്നേരം വിയർത്ത് കുളിച്ച് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഭർത്താവിനെ സ്വീകരിക്കുന്നവളാണ് ഏറ്റവും നല്ല ഭാര്യ. ശരിയാ. പക്ഷെ കൂട്ടത്തിൽ പിന്നെയും നമുക്ക് കാണാൻ കഴിയും, രാത്രി ഭർത്താവ് കിടന്നുറങ്ങുമ്പോൾ ഭർത്താവിൻ്റെ മുഖത്ത് വെള്ളം തളിക്കുന്നവളാണ് ഏറ്റവും നല്ല ഭാര്യ. ഭാര്യയുടെ മുഖത്ത് വെള്ളം തളിക്കുന്നവനാണ് ഏറ്റവും നല്ല ഭർത്താവ്. ഇപ്പം നമ്മളൊക്കെ കല്യാണം കഴിച്ച ഒരാളോ, നിങ്ങൾ ബാക്കിലിരിക്കുന്ന സ്ത്രീകൾ ഇന്നൊരു 4 മണിക്കൂർ കപ്പ് വെള്ളം നിങ്ങളെ ഭർത്താവിൻ്റെ മുഖത്തൊഴിക്കുക. അപ്പോൾ ഏറ്റവും നല്ല ഭർത്താവ് നിങ്ങൾക്ക് കാണാം. കാരണം എന്താ? നമ്മൾ കല്യാണം കഴിച്ചത് സ്വർഗത്ത് പോവാനല്ല. ഞാൻ കുറ്റപ്പെടുത്തല്ല, നമ്മുടെ ലക്ഷ്യം മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായ സമയത്തൊരാഗ്രഹം, ഒരു ഈത്തപ്പഴം കഴിക്കണം. വല്ലാത്തൊരാഗ്രഹം. പക്ഷെ ഭർത്താവിനോട് പറയാൻ വയ്യ, വാങ്ങാൻ പൈസ ഇല്ലല്ലോ. അവസാനം ഒരു നട്ടുച്ച നേരത്ത് വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ അറിയാതെ അങ്ങ് പറഞ്ഞുപോയി, എന്ത്? ഒരു ഈത്തപ്പഴം കിട്ടിയിരുന്നെങ്കിൽ. മനസ്സിലുള്ളത് അറിയാതെ വന്നു പോവല്ലോ. അലി റളിയല്ലാഹു അൻഹു ഒരു മുണ്ടെടുത്ത് തോളിലിട്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങി. നല്ല മുന്തിയ ഈത്തപ്പഴം വിൽക്കുന്ന കടയുടെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു. വാങ്ങാൻ പണമില്ല. അവസാനം അരപ്പട്ട ഊരിയെടുത്ത് വിറ്റിട്ട് കിട്ടുന്ന പണത്തിന് ഈത്തപ്പഴം വാങ്ങി ഇങ്ങനെ പോരാ. അപ്പോൾ വഴിക്ക് വെച്ചൊരു അറാബിയായ ഒരു മനുഷ്യൻ വല്ലതും തരുമോ? തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി മാറ്റിവെച്ച ഈത്തപ്പഴം ഇങ്ങനെ തുറന്നു വെച്ചു. ആർത്തിയോടുകൂടി ആ മനുഷ്യനത് കഴിച്ചു.
പിന്നെ വീട്ടിലേക്ക് വരുന്നത് കയ്യും വീശിയ. സ്വാഭാവികമായും ഫാത്തിമ ബീവി ചോദിക്കണല്ലോ, നിങ്ങൾ പോയത് ഈത്തപ്പഴത്തിനല്ലേ? ഫാത്തിമ ബീവി ചോദിച്ചിട്ടില്ല. അന്ന് രാത്രി കടപ്പറയിലേക്ക് വന്നപ്പോ അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കാര്യം പറഞ്ഞു. ഞാനിങ്ങനെ ഈത്തപ്പഴം വാങ്ങി പോരുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഈത്തപ്പഴം ചോദിച്ചു, ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു, നിനക്കും അതിൽ വലിയ പ്രശ്നമുണ്ടോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഞാൻ ഈത്തപ്പഴം ചോദിച്ചത് മധുരം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ. നീ ഇത് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അതിനേക്കാൾ വലിയ മധുരമാണ് തോന്നിയത്. സുബ്ഹാനല്ലാഹ്, അതൊരു പെണ്ണാ. നിങ്ങൾ ബാക്കിലിരിക്കുന്ന സ്ത്രീകൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് തോന്നില്ല നിങ്ങളിപ്പോൾ ഈത്തപ്പഴമൊന്നും പറയില്ല. എന്താ ഇപ്പോൾ പറയാം? ഇപ്പം നിങ്ങളൊരു ഷവർമ്മ വേണമെന്ന് പറഞ്ഞു, നിങ്ങൾ പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്ലേറ്റും മുടിച്ച് നിങ്ങൾ സിറ്റ് ഔട്ടിൽ വന്നിരിക്കൂലേ? മൂപ്പര് പുളിക്കൽ അങ്ങാടി പോയി ആ നല്ല ഷവർമ്മൊക്കെ ഇങ്ങനെ വാങ്ങി പോരുമ്പോൾ ഈ പെരിയമ്പലത്ത് അങ്ങാടിയിലെത്തിയപ്പോൾ ഏതോ ഒരാൾ 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് വല്ലതും തരുമോ അദ്ദേഹത്തിന് കൊടുത്ത് കയ്യും വീശി വീട്ടിലേക്ക് എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. നിങ്ങൾ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. നാട്ടുകാരെ കാര്യത്തിലേ ശ്രദ്ധ ഉള്ളൂ, എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല എന്ന് നിങ്ങൾ പറയൂലേ? അതാ ഞാൻ പറഞ്ഞത്, ഇസ്ലാമാണ് വീട്ടിലെ അടിസ്ഥാനം. ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഖന്തക്ക് യുദ്ധം നടക്കുന്ന ഘട്ടം. ആ ഖന്തക്ക് യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ വയറ്റത്ത് കല്ല് കെട്ടി വിശപ്പ് സഹിക്കാൻ വയ്യാതെ അങ്ങനെ യുദ്ധത്തിൻ്റെ ആ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി ഭാര്യയോട് ചോദിച്ചു, വല്ലതും ഉണ്ടോ? ഒരു പത്തിരി ഉണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറയുന്നെങ്കിൽ ആ പത്തിരി അവിടെ നിൽക്കട്ടെ, ഞാൻ റസൂലുള്ളാഹിയെ കൂട്ടി വരാം. അപ്പോൾ തന്നെ ഭാര്യ ചോദിച്ചു, അല്ല ഈ ഒരു പത്തിരി എന്താ ചെയ്യുക? കുഴപ്പമില്ല, ഞാൻ റസൂലുള്ളാഹിയോട് പോയി പറയാം. അങ്ങനെ യുദ്ധക്കളത്തിൽ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീട്ടിലൊരു പത്തിരി കണ്ട് നിങ്ങൾ വന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, ഞാനിപ്പോൾ ഈ കല്ലല്ലേ ഉള്ളൂ, 2-3 കല്ലൊക്കെ കെട്ടിയ സ്വഹാബത്ത് മുന്നിൽ നിൽക്കുക, നീ അവരോടൊക്കെ വീട്ടിലേക്ക് വരാൻ പറ. ഒരു പത്തിരിയാ വീട്ടിലുള്ളത്, നീ മുന്നിൽ നടന്നോ? ജാബിർ റളിയല്ലാഹു അൻഹു മുന്നിൽ നടന്നു. വീട്ടിലെത്തിയപ്പോൾ ഭാര്യ ചോദിച്ചു, റസൂലുള്ള എവിടെ? റസൂലുള്ള മാത്രമല്ല മുഴുവൻ സ്വഹാബത്തും വരുന്നുണ്ട്, നമ്മൾ എന്താ ചെയ്യുക? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കറിയില്ല, റസൂലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടിട്ടുണ്ടാകും. അങ്ങനെ ഓരോരുത്തരോടും വന്ന് അകത്ത് ചെന്ന് പത്തിരി എടുത്ത് കഴിക്കാൻ പറഞ്ഞു. അത് പിന്നീട് ഒരു മുഅ്ജിസത്തായി, ഒരു ദൃഷ്ടാന്തമായി മാറി. ഈ ചരിത്രം ഇവിടെ നിൽക്കട്ടെ. 10-15 ദിവസം കഴിയുമ്പോൾ നമ്മൾ റമദാനിലേക്ക് കടക്കുക. മഗ്രിബ് ബാങ്ക് 6:45 ഒരു 6:30 മണിക്ക് നമ്മളെ ഭർത്താക്കന്മാർ അങ്ങാടിയിൽ നിന്ന് 2 ആളെയും കൂട്ടി നോമ്പുറക്കാൻ വന്ന നമ്മളെ വീട്ടിലെ അവസ്ഥ എന്താ? നമ്മൾ സ്ത്രീകൾ നിങ്ങളെ അടുക്കളയ്ക്ക് വിളിക്കൂല മൂപ്പര, അല്ല മനുഷ്യ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ടെന്നൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഇസ്ലാമിക ചരിത്രത്തിൽ റമദാനിൽ ബദർ മാത്രം, നമ്മളെ വീട്ടിൽ ബദറും ഉഹുദും ഖന്തക്കും ഒക്കെ ഒരുമിച്ചടക്കൂലേ? എന്താ പ്രശ്നം? എനിക്ക് കഴിക്കാനുള്ള 10 പത്തിരി 5 മാറണത് സഹിക്കാൻ വയ്യ നമുക്ക്. ഞാൻ ഈ സൂചിപ്പിച്ചത് എന്താ അറിയോ? വീട്ടിലെ അവസ്ഥകൾ ഇസ്ലാമികമായി മാറ്റപ്പെടേണ്ടതുണ്ട്. അത് വന്നാൽ കുടുംബത്തിൽ മാറ്റം വരും. മക്കളുടെ മുന്നിൽ ദീനെന്ന് പറയുന്നത് ഉമ്മയുടെയും ഉപ്പയുടെയും ഒന്നാമത്തെ താല്പര്യം ദീനായി മാറണം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഇപ്പം ഇന്നിപ്പോൾ നിങ്ങൾ +2 പഠിക്കുന്ന SSLCക്ക് പഠിക്കുന്ന മുഴുവൻ കുട്ടികളുടെയും താല്പര്യം, രക്ഷിതാക്കളുടെയും താല്പര്യം ഫുൾ A+ വാങ്ങണം എന്നാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ SSLCക്കും ഫുൾ A+ ആണ്, +2വിനും ഫുൾ A+ ആണ്. ഉന്നതമായ കലാലയത്തിൽ എൻജിനീയറിങ്ങും കഴിഞ്ഞ് അതിൻ്റെ PGയും കഴിഞ്ഞൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ആ സമയത്തൊന്നും കാണാത്ത ഒരു സന്തോഷം എൻ്റെ വീട്ടിൽ കണ്ടത് എപ്പോഴാണെന്നറിയോ? ഞാൻ +2വിൽ പഠിക്കുമ്പോൾ 1ാമത് മിമ്പറിൽ കയറിയപ്പോൾ എൻ്റെ വീട്ടിൽ നല്ല ഭക്ഷണം വെച്ച് കുറച്ച് ആളുകൾ വിളിച്ചവർക്ക് ഭക്ഷണം കൊടുത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്താ? എൻ്റെ ഫുൾ A+നേക്കാളും എൻ്റെ എൻജിനീയറിങ്ങിനേക്കാളും എൻ്റെ വീട്ടുകാർക്ക് താല്പര്യം എൻ്റെ ഖുതുബയാണെന്നറിയുമ്പോൾ അതെൻ്റെ രക്ഷിതാക്കൾ എനിക്ക് നൽകുന്ന ഒരു ബോധം. SSLCക്കും ഒക്കെ വേണം, പക്ഷേ ഒന്നാമത്തത് അത് കുടുംബരംഗത്ത് മാത്രമല്ലല്ലോ, ജീവിതത്തിൽ അതുണ്ടാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പടച്ച റബ്ബ് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ സന്തോഷത്തോടുകൂടി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.